ഇപ്പോൾ ഞാൻ നമ്മുടെ ഒരു തോട്ടത്തിൽ വന്നപ്പോൾ കണ്ടൊരു ഉപകാരപ്രദമായൊരു ടെക്നിക്കാണ്. ഇതുണ്ടോ, നമ്മളൊരു മരുന്നടിക്കുന്ന പമ്പിനകത്ത് വരുന്നൊരു ഫൂട്ട് വാൽവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിറ്റിങ്സ് കണ്ടോ, ഇതാണ് മോട്ടർ. അപ്പോൾ 500 ലിറ്ററിന് മേളിലേക്കൊക്കെ ഉള്ള ഇതുപോലെയുള്ള ബാരലിലൊക്കെ മരുന്ന് അല്ലെങ്കിൽ കുമ്മായമൊക്കെ കലക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുന്നൊരു സാധനമാണ്. ഇതിപ്പോൾ രാജകുമാരി ക്ലിയർ ടെക്കിലുണ്ട് ഈ സാധനം. അപ്പോൾ ഈ ഫൂട്ട് വാൽവ് ഇതിൻ്റെ ഓപ്പറേഷൻ കണ്ടോ, ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ഔട്ട്പുട്ട് വരുന്നിരിക്കുന്ന വാൽവ് ഇതുണ്ട്, ഇവിടെ കണക്ടർ. അപ്പോൾ ഈ ചുമല ഹോസ് കണ്ടോ, അതാണ് ഒരെണ്ണം ഇതിനടുത്തേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് മെയിൻ ഫൂട്ട് വാൽവ്, നമ്മുടെ വെള്ളം വലിക്കാനായിട്ടുള്ളത് ഹോസ് മോട്ടറിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് വലിക്കുകയും ചെയ്യും. ഇതിനുള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് ഒരാളെ ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ നോസിക്കടെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ചീറ്റിക്കൊണ്ടിരിക്കും, ഈ ഓസിൽ നിന്ന് വരുന്നത്. അപ്പോൾ അടി കിടന്ന് ഇങ്ങനെ റൗണ്ട് അടിക്കും. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കൂടെ. അപ്പോൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഈ മരുന്ന് ഇളക്കാനോ കുമ്മായ ഇളക്കാനോ ഒന്നും ആളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക. നല്ലൊരു ഐഡിയ കേട്ടോ അത്. ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന ഈ ഒരു ഫൂട്ട് വാൽവിൻ്റെ അരിപ്പ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വാങ്ങണമെന്നില്ല. ഇതൊക്കെ വലിയ ബാരലിലേക്കുള്ള സാധനമാണ്. അപ്പോൾ 500, 1000 അങ്ങനെയുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഇതൊക്കെ ഈ നോബൊക്കെ ഇങ്ങനെ തിരിച്ച് ഓപ്പൺ ചെയ്യുക. ഇതുകൊണ്ട് 3 എണ്ണം ഉണ്ട്. അപ്പോൾ 200 ലിറ്ററിനൊക്കെ കലക്കുന്നതെങ്കിൽ ഇത് സിംഗിളായിട്ടുള്ളത് കിട്ടും, അതും വാങ്ങിച്ചാൽ മതി. ഇതൊക്കെ വലിയൊരു ഏരിയയിലേക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പിനാണ് ഇത് ആവശ്യമുള്ളൂ. അപ്പോൾ 1000 ലിറ്റർ, 2000 ലിറ്റർ അങ്ങനെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണിച്ച ആ ഒരു വീഡിയോ വെള്ളം കിടന്ന് കറങ്ങുന്നതാണെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ വാങ്ങിക്കുക. ഇതുപോലെ ഡബിൾ അല്ലെങ്കിൽ ഇതുപോലെ ഹെവി ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ മോട്ടറിന് നല്ല പവർ വേണം. നല്ല പവർ ഉണ്ടെങ്കിലേ ഇത് വർക്കാവുള്ളൂ. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിച്ചോളുക.